ഹായ് ഗായ്സ്, വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ ലണ്ടൻ ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ പോണേ ഗായ്സ്. അപ്പോൾ നമ്മൾ പോവാണ്. ഞാനും ഇന്ന് ചേച്ചിയോടെ ഇങ്ങനെ കളിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്. ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവാണെങ്കിൽ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ടൂർ കാണാൻ പോണേ. ട്യൂബ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ചേച്ചി ട്യൂബ് അല്ലേ? അപ്പൊ ഇവിടെയാണ് നമ്മള് ട്യൂബിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്. നമ്മൾ ട്യൂബ് വരാൻ പോവാണ്. എന്തുകൊണ്ടാ ട്യൂബ് എന്ന് പറയുന്നത് അറിയാമോ? ബിക്കോസ് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് ട്യൂബ് പോണേ. അതുകൊണ്ടാണ് നമ്മൾ ട്യൂബ് വന്നു. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ഇത് വിക്ടോറിയ കോച്ച് സ്റ്റേഷനാണ്. ഇവിടുന്ന് ബോർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ടവർ ഹില്ലിലേക്കാണ് പോകുന്നത്. ടവർ ഹിൽ സ്റ്റേഷനിലാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ ഓക്കെ ഗൈസ്, വൺ കോമഡി ആയിരുന്നു. കയറി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ട്യൂബ് എടുത്ത ശേഷം ദച്ചു പേടിച്ച് ഒരു കമ്പിയെ പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ശരിക്കും പേടിച്ചു പോയി. അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്നതുകൊണ്ട് ഈ ടണലിൻ്റെ അകത്തോടേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നി. ടവർ അല്ലടാ, ടവർ ഹിൽ സ്റ്റേഷൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ടവർ ഹിൽ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഗൈസ്, ഇത് ടവർ ഓഫ് ലണ്ടൻ ആണ് ഇതിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി കാണാറൊക്കെ ഉണ്ട്. ഇതിൻ്റെ സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഈ സ്ട്രക്ചർ. അപ്പോൾ പിള്ളേർ ഇന്നുകൂടിയും ദേശീയകൂടിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും തന്നെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് സിനിമയിൽ മാത്രമാണ് ഇതെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് കാണാൻ വരുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഒരുപാട് സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള സിറ്റി ഓഫ് ലണ്ടനിലെ ടവർ ബ്രിഡ്ജ്. അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളെല്ലാം ഞങ്ങളിങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് കാണാൻ. ഒരു മൂടിയ ക്ലൈമറ്റാണ്, മഴക്കാറൊക്കെ ഉണ്ട്. ഇത് ഈ ബ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ ആണിത്. വിദൂരതയിൽ ലണ്ടൻ ബ്രിഡ്ജ്, അമ്പരചുംബികളായ ലണ്ടൻ നഗരത്തിൻ്റെ കാഴ്ചകൾ. താഴേക്കൂടെ നമുക്ക് ക്രൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ ഒരു യുദ്ധക്കപ്പലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതായത് സിറ്റി ഓഫ് ലണ്ടൻ്റെ ഒരു വിദൂര കാഴ്ചകൾ. അങ്ങനെ ഞങ്ങളന്ന് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി സൈഡിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കാണൂ ഗൈസ്. അപ്പോൾ ഇവിടെ ഇനി ഞങ്ങൾ അടുത്ത് പോകുന്നത് ബിഗ് ബെന്നിലേക്കാണ്. അപ്പോൾ ഇനി നിങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ കാണൂ. ഇനി നമ്മളിപ്പോ പോകുന്നത് ബിഗ് ബെൻ കാണാൻ. ബിഗ് ബെൻ നമ്മളിപ്പോ യാത്രയാണെങ്കിൽ അപ്പൊ നമ്മൾ ട്യൂബിലോട്ട് നമ്മൾ കേറി ബിഗ് ബെൻ കാണാൻ. അപ്പോൾ അടുത്ത് നമ്മൾ എവിടെയാ പോകുന്നത്? ബിഗ് ബെൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബിഗ് ബെന്നിൽ വെച്ച് കാണാം ഗൈസ്. പൊക്കോണ്ടിരിക്കുവാണ്. അണ്ടർഗ്രൗണ്ടിൽ ട്യൂബാണ്.
അണ്ടർഗ്രൗണ്ടിൽ അപ്പോൾ ഗായ്സ് ഞങ്ങൾ ടൂബിയിൽ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ബിഗ് ബെന്നും ലണ്ടനെയും കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണത് ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. വെസ്റ്റ് മിനിസ്റ്റർ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഗൈസ്. അപ്പം നമ്മൾ ലണ്ടനെ കണ്ടിരിക്കുകയാണ്. ഒരു മൂടിയ ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് ലണ്ടനെ കാണാൻ വലിയ ഭംഗിയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതാ ബിഗ് ബെൻ. അപ്പോൾ ഗായ്സ് ഇതാണ് ബിഗ് ബെൻ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ട പോലും കാര്യമില്ല, വെൽ ഫേമസ് ആണ് ബിഗ് ബെൻ. അപ്പോൾ ലണ്ടൻ നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബിഗ് ബെൻ ആണ്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ കണ്ടോളൂ ഗൈസ്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ബിഗ് ബെൻ എല്ലാം നടന്ന് കണ്ടു. കുറേ നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ പോവാണ്. ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ബിഗ് ബെന്നോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ബക്കിംഗ്ഹാം പാലസിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ബിഗ് ബെൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്, അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു ഗാർഡനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നടന്ന് നമ്മൾ ബക്കിംഗ്ഹാം പാലസിലേക്കാണ് നമ്മൾ പോകുന്നത്. ബക്കിംഗ്ഹാം പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു പാർക്കാണ്. പാർക്കെന്ന് വെച്ചാൽ ഒരു ഗാർഡനാണ് ഫുള്ള്. അതായത് ഇവിടെ ഒരു സൈഡിലൊരു ലേക്ക് ഉണ്ട്. ഈ ഗാർഡൻ്റെ പേര് സെൻറ്റ് ജെയിംസ് പാർക്ക് എന്നാണ്. അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്കിൻ്റെ പേരും സെൻറ്റ് ജെയിംസ് ലേക്ക് എന്നാണ്. അവിടെ ഇഷ്ടംപോലെ അരയന്നങ്ങളുണ്ട്. ഭയങ്കര രസമാണ്, നല്ല വലുപ്പമുള്ള അരയന്നങ്ങൾ. പ്രത്യേകിച്ചൊക്കെ അരയന്നങ്ങളോടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുന്നത് പറയുന്നതൊക്കെ ഉണ്ട്. ഇച്ചിരി പേടിയുണ്ട് പുള്ളിക്കാരിക്ക്. ഞങ്ങൾ പോകുന്ന സ്കൂളിനെ കണ്ട് അപ്പോൾ അവിടെ ഒരു നട്ട്സ് ഞങ്ങൾ ഇട്ട് കൊടുത്ത്. അപ്പോൾ കള്ളൻ അത് ഞാൻ തിന്നുവാണ് ഗൈസ്. അവൻ ക്യാമറ എടുക്കുന്ന കണ്ടപ്പം പോസ് ചെയ്തൊക്കെ തരുവാണ്. എനിക്ക് വയ്യ, സ്പീഡിൽ അവൻ തിന്നുന്ന. അവന് മനസ്സിലായി ഇവിടെ അവന് വിഷയമൊന്നുമില്ല, അവനെ ആരും പിടിക്കാനൊന്നുമില്ല, അവന് ധൈര്യമായിട്ട് അവൻ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തൊട്ടത്തൊരു ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ഊഞ്ഞാലും പരിപാടിയൊക്കെ ആയിട്ട്. അങ്ങനത്തെ രണ്ടുപേരും കൂടെ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഓടിക്കേറി. അങ്ങനെ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഗേറ്റിലെത്തി. ഇതാണ് ഗൈസ് ബക്കിംഗ്ഹാം പാലസ്. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 100-150 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഈ പാലസ് പണി കഴിപ്പിച്ചത്. ഇതിന് ഏകദേശം 150ഓളം മുറികളുണ്ട്. അതിനകത്ത് 19 മുറികൾ മാത്രമാണ് റോയൽ ഫാമിലി താമസിക്കുന്നത്. ബാക്കി എല്ലാ മുറികളും അതിൻ്റെ ഇവിടുത്തെ സ്റ്റാഫുകളും കാര്യങ്ങളും പണിക്കാരൊക്കെയാണ് താമസിക്കുന്നത്. ഇത് ഈ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ഏഞ്ചലാണ്. അതൊരു മോണുമെൻ്റാണ്. ഒരു സ്റ്റാച്യു പോലെ കാര്യങ്ങളൊക്കെ, ഒരു ഗോൾഡൻ പെയിൻ്റൊക്കെ അടിച്ച സ്റ്റാച്യു. ഇത് പല സിനിമകളിലും നമ്മുടെ പാട്ട് സീനുകളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഗായ്സ് ഇതാണ് കൊട്ടാരം കാവൽക്കാരൻ. അപ്പോൾ ഇത് ഇവിടുത്തെ കൊട്ടാരത്തിൻ്റെ ഗാർഡാണ്. പക്ഷേ പണ്ടത്തെ പോലെ കുന്തമൊന്നുമല്ല ഇവിടെ ഇരിക്കുന്നത്, നല്ല ഒന്നാം തരം AK-47 ആണ്.
ഗൈസ് നമ്മുടെ മൈസൂർ പാലസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലായിരിക്കാം ചിലപ്പം. ഞാൻ പോയി കണ്ടിട്ടുണ്ട്, മൈസൂർ പാലസ് കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിനേക്കാളും ഭയങ്കര വലുപ്പമുള്ളതാണ് മൈസൂർ പാലസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ലണ്ടൻ സീരീസ് ഇവിടെ തീരുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ബ്രിസ്റ്റോളിലേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് ബക്കിംഗ്ഹാം പാലസിനും ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകണം ഗൈസ്. ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക. ബൈ. ഐ ലവ് യു ഓൾ.